ഹലോ, കുറെ നേരമായല്ലോ ഫോണില്. കഴിഞ്ഞില്ലേ? ഞാൻ ആക്ച്വലി ന്യൂസ് വന്നത് നോക്കുമായിരുന്നു. അതായത് നമ്മള് പൊതുവെ ഈ ജെൻസി പിള്ളേര് എന്തെങ്കിലും ഒരു കാര്യം പ്രശ്നമുണ്ട്, അയ്യോ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതൊക്കെ ചെയ്യുന്നത് ടോക്സിക് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കളിയാക്കൂലോ. അതെ. ആക്ച്വലി ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇരുന്ന് കണ്ടത്. പക്ഷേ ഈ കുട്ടി പറഞ്ഞതിൽ എന്തൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ കുട്ടി ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഈ കുട്ടിയോട് ഈ കൂട്ടം ബോസ് പറഞ്ഞു ഇന്ന് കുറച്ച് ഓവർ ടൈം ഇരിക്കുമോ, ഈ കുട്ടിക്ക് ഇന്ന് പറ്റാത്തൊരു സാഹചര്യം, വീട്ടിലെന്തോ പോയിട്ട് കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു അല്ല, ഇന്ന് എനിക്ക് ടൈമിന് തന്നെ ഇറങ്ങേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ടൈം എപ്പോഴാണോ തീരുന്നത് ആ സമയത്ത് ഞാൻ ഇറങ്ങും, എനിക്ക് അങ്ങനെ ഒരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ഈ ബോസ് ആണ് വെച്ചാൽ അതിന് വലിയ കാര്യമായിട്ട് ചെവി കൊണ്ടില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഓവർ ടൈം ഇരിക്കാത്തത് കൊണ്ട് ബോസ് ആ കുട്ടീനെ ഒരുപാട് ചീത്ത പറയാമെന്ന് പറയാൻ പറ്റില്ല, അതായത് ഒരു ക്ലാസ് എടുത്ത് കൊടുത്തു വന്നത്, നിങ്ങൾക്കൊന്നും ഒരു ഡെഡിക്കേഷൻ ഇല്ല, ഇങ്ങനെയൊന്നും അല്ല വർക്ക് ചെയ്യേണ്ടത്, നമുക്കൊരു ആവശ്യം വരുമ്പോൾ അതിനനുസരിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം, ചിലപ്പോൾ ഓവർ ടൈം ഇരിക്കേണ്ടി വരും, കണ്ടില്ല ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ടെന്ന് വന്ന് ഉറങ്ങിയിട്ടില്ല മര്യാദയ്ക്ക്, ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇരുന്ന് ജോലി ചെയ്യുന്നു, ഇനി ഓവർ ടൈം ഇരിക്കാൻ പോകുന്നുണ്ട്, ഇതുപോലെയൊക്കെ ചെയ്താലേ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, ശരിയാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് കാര്യമുണ്ട്, അത് നല്ല കാര്യമൊക്കെയാണ്. പക്ഷേ നമ്മൾ എല്ലാം മറന്നുകൊണ്ട് ജീവിതത്തിൽ ജോലി 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 എന്ന് പറഞ്ഞ് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ കാര്യമുണ്ടോ? അതായത് നമ്മളിപ്പോൾ 2 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ 2 നേരത്തെ ഭക്ഷണം നമുക്ക് സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ജോലിക്കൊക്കെ എന്താ കാര്യം എന്നാണ് ആ കുട്ടി ചോദിച്ചത്. അതെ. അതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നത് സമാധാനം, സന്തോഷം കഴിഞ്ഞ് അല്ലെങ്കിൽ പട്ടിണി ഇല്ലാതിരിക്കാൻ, ആ ഭക്ഷണം കഴിക്കുന്നത് സമാധാനത്തോടു കൂടിയല്ല എന്നുണ്ടെങ്കിൽ അതിനെല്ലാം അർത്ഥമുണ്ടോ? ശരി. പക്ഷേ ജോലി ചെയ്യുന്നത് പട്ടിണി ഇരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ജോലി എടുക്കണം. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബാക്കി എല്ലാ സംഭവങ്ങളും കളഞ്ഞിട്ട് കാര്യമില്ല. ജീവിക്കാൻ കൂടെ വേണം അതിൻ്റെ ഇടയിൽ. കുറച്ച് ടൈം നമുക്ക് എന്തായാലും സ്പെൻഡ് ചെയ്യാൻ, അതായത് നമ്മുടേതായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സമയം എന്തായാലും വേണം. ഇതിപ്പോൾ ജെൻസി കുട്ടി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇവർ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ പണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആളുകൾ എന്താ പറയാ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കത് പറയാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് സാലറി തരുന്ന ഒരു ഇടമാണ്, ഇവരോട് എങ്ങനെ എതിര് പറയും. അപ്പം പറയുന്നതിനനുസരിച്ച് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം ആളുകൾക്ക് ഒരു ബോധമുണ്ട്, നമ്മൾക്കൊരു ടൈമുണ്ട് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാം. പിന്നെ നമുക്ക് എന്താ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം ചെയ്ത് കൊടുക്കാം, പറ്റില്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊരു ടൈമുണ്ട്, ആ ടൈമിന് അനുസരിച്ച് വർക്ക് ചെയ്താൽ മതി. അതെ അതെ. ഇതിപ്പോൾ നമ്മളും ഞാനൊക്കെ ജോലി ചെയ്യുന്ന സമയത്തും അതിപ്പോൾ എക്സ്ട്രാ ഒരു പറയാനുള്ള ഇന്നൊന്ന് കുറച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ ജോലി അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കുറയുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ അന്നത്തെ നമ്മൾ ഒരുപാട് സമാധാനത്തോടെ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ടൈം ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വേറെ ഏതെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പേഴ്സണലായിട്ട് നമ്മുടെ വീട്ടുകാരുമായിട്ടുള്ള ടൈമായിരിക്കും നമ്മളവിടെ സാക്രിഫൈസ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പെൺകുട്ടി ചോദിച്ചിരുന്നു, അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു റെക്കഗ്നേഷനൊക്കെ കിട്ടുന്നുണ്ടോ? അത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ ആദ്യം ഒന്ന് ഷോക്കായി പോയി. നിങ്ങൾ ഇങ്ങനെ ചത്തു പഴുതിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? നക്കാവിച്ച ശമ്പളത്തിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലൈഫില്ല, എന്നാൽ ഇവിടുന്ന് വലിയ അപ്രിസിയേഷൻ ഉണ്ടോ? അവരതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നാളെ എന്തെങ്കിലും നിങ്ങൾ ഒരു കുറ്റം ചെയ്തെന്ന് വിചാരിക്കും, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി വർക്കിൽ, അപ്പൊ നിങ്ങളെ പിടിച്ച് പുറത്താക്കുമ്പോൾ ഇവർ ഇതൊന്നും ആലോചിക്കില്ല. ഞാൻ ഇതേപോലെ വർക്ക് ചെയ്തൊരു പാരലൽ കോളേജ് ഉണ്ട്. അപ്പോൾ BEd കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ഒരു പാരലൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എനിക്ക് ജോലിക്ക് കിട്ടുന്നത്. അപ്പോൾ കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കാനായിട്ട് എനിക്ക് പറ്റുമായിരുന്നു. അപ്പോൾ മോർണിംഗ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സസ് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ എടുക്കാൻ ഈ സ്ഥലത്തേക്ക് വരണം. ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിയുമ്പോൾ ഈവനിങ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ രാവിലെ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 9:30 വരെ എനിക്ക് വർക്ക് ഉണ്ട്. കിട്ടിയിരുന്ന ശമ്പളം 8,000 രൂപയാണ്. അതെ, ആൾക്കാർ പറയുന്നത് ഈ ക്യാഷൊക്കെ നീ എവിടെ കൊണ്ട് വെക്കുന്നതായിരിക്കും. അതെ, അതായത് ഇപ്പോൾ ഞാൻ പൊളിറ്റിക്സ് എടുക്കുന്നു എന്ന് കണ്ടു, അപ്പോൾ സോഷ്യോളജി എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ, എന്നാൽ രേഷ്മ സോഷ്യോളജിയും കൂടി എടുക്കുമോ? ആ വ്യക്തി എടുത്തുകൊണ്ടിരുന്ന സബ്ജക്റ്റ് അവർ ഹെഡ് ആയതുകൊണ്ട് അവരെനിക്ക് പാസ് ചെയ്തു. പക്ഷെ ഒരു ദിവസം ഓൺലൈൻ ക്ലാസ് എടുത്തില്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്നത് കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ എന്നാണ്. പക്ഷെ തരുന്ന സാലറി 8,000 രൂപ. 6 മണി തൊട്ടിട്ട് ഈവനിങ് 9:30 വരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഒരു കൊല്ലം തികച്ചില്ല, അതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതാണ്. പക്ഷെ ഓഫ്ലൈൻ വരുമ്പോൾ, അതായത് കുട്ടികളുടെ അടുത്ത് വരുമ്പോൾ ടീച്ചിങ് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അതിനർത്ഥം എല്ലാ പണിയും എൻ്റെ തലയിലേക്ക് തരിക എന്നുള്ളതല്ല. നമ്മളതിൽ ആത്മാർത്ഥത കാണിക്കുമ്പോൾ ഇവൾക്ക് കൊടുത്ത് ഇവൾ ചെയ്യും എന്ന് മുതലാക്കല്ലേ അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയൊരു തെറ്റ്
പിന്നെ അവർ ഈ പറഞ്ഞ പോലെ ഈ ഹാർഡ് വർക്ക് ചെയ്തതും ഈ ടൈം മാനേജ് ചെയ്തതും, എൻ്റെ മോൻ്റെ കൂടി ഇരിക്കേണ്ട സമയമാണ് ഈ 9:30 വരെ ഞാൻ ഈ ഈവനിങ് ബാച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ജോലിക്ക് പോകുന്നവരൊക്കെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ കുറേ ടൈം എൻ്റെ മകൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഇരിക്കേണ്ട സമയം, എന്നാൽ ഇൻകം ഉണ്ടോ? അതും ഇല്ല. അതെ, അതാണല്ലോ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് വേണമെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫാമിലി എന്തായാലും ഇമ്പോർട്ടന്റ്, അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമല്ലോ. അപ്പൊ നമ്മൾ അവരുടെയും നമ്മുടെയും സന്തോഷത്തിന് വേണ്ടി തന്നെ, അതായത് നമ്മളിപ്പം ഹാർഡ് വർക്ക് ചെയ്യണോ ചോദിച്ചാൽ ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ ഏൺ ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു ഫുൾ ടൈം ജോബ് എന്ന് പറയുമ്പോൾ ചില ജോബ് ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കയറുകയാണെങ്കിൽ 10 മണി മുതൽ, ഇപ്പോൾ എയ്ഡഡ് സ്കൂളാണെങ്കിൽ 10 മണി മുതൽ 4 മണി വരെ എന്നൊരു ടൈമുണ്ട്. പക്ഷെ അല്ലാത്ത വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ 9 മണിക്ക് കയറിയിട്ട് 6 മണി 7 മണി വരെയൊക്കെ ഇരിക്കണം. ഇപ്പം നമ്മൾ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ, ഇപ്പോൾ വോയിസിൻ്റെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു ഡബ്ബിംഗ് ഡയറക്ടറൊക്കെ ആയിട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പം 9 മണിന്ന് പറയുമെങ്കിലും 7 മണിക്കൊക്കെ ചിലപ്പോൾ കയറേണ്ടി വരും, 8 മണിക്ക് കയറേണ്ടി വരും, ചിലപ്പോൾ രാത്രി ആയിരിക്കും ഇറങ്ങേണ്ടി വരും. ഇത് ഇങ്ങനെ ഫുൾ ടൈം ഇരുന്നിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ടീച്ചിങ് ജോബിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് നല്ലതല്ലേ, വൈകിട്ട് വീട്ടിലെത്താലോ, ശനിയും ഞായറും കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. അതല്ല അവസ്ഥ. 24/7 വർക്ക് ചെയ്യണം. കാരണം നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, എന്താ പറയുക, പേപ്പേഴ്സ് കറക്റ്റ് ചെയ്യാനുണ്ട്, ലെസൺ പ്ലാൻ എഴുതാനുണ്ട്, ഇയർ പ്ലാൻ എഴുതാനുണ്ട്, ഒരുപാട് വർക്ക്സ് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ഒരേപോലെ അല്ല ഒരു ക്ലാസ്സിലെ, സോ നമുക്ക് സെപ്പറേറ്റ് അറ്റൻഷൻ കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ പലരുടെ അടുത്ത് പറഞ്ഞു, സുഖമല്ലേ, ശനി ഞായറൊക്കെ കിട്ടുമല്ലോ. അങ്ങനെയല്ല, നല്ല വർക്ക് പ്രഷർ ഉണ്ട്. എസ്പെഷ്യലി CBSE സ്കൂളിൽ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ശനി ഞായർ ഒഴിവാണെന്നുള്ള ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഫുൾ ടൈം. അതുപോലെ തന്നെ ഈ ട്രെയിനിങ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ എയ്ഡഡിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇതുപോലെ ക്ലസ്റ്റർ മീറ്റിംഗ്, ട്രെയിനിങ്, ഇങ്ങനെ കുറേ. ഇപ്പം ചിലർ പറയും ഗവൺമെൻറ് സ്കൂളിലല്ലേ വലിയ പണിയൊന്നും ഉണ്ടാവില്ല, വെറുതെ ഇരുന്ന് ക്യാഷ് വാങ്ങിക്കാന്നുള്ളൊരു സംഭവം പറയും. അതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങിക്കുന്നു, അതിനനുസരിച്ച് നല്ല സാലറി അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നന്നായിട്ട് അവർ പണിയെടുക്കുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ട്. അതിനോടും എനിക്കൊരു വിയോജിപ്പല്ല. അവർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികളെ ഞാൻ കാണുമല്ലോ, എത്രയോ ടീച്ചേഴ്സ് കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നെ ഒരുപാട് ടീച്ചേഴ്സ് പഠിപ്പിച്ചല്ലേ. പക്ഷെ ജോലിക്ക് എടുക്കുന്നതിനോട് എനിക്ക് വളരെ വിയോജിപ്പുണ്ട്. കാരണം നമ്മൾ ടാലന്റ് നോക്കണം. ഇപ്പോൾ ഞാൻ ഒരുപാട് എയ്ഡഡ് സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ CV കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ പോലും നമ്മുടെ ഒരു ക്ലാസ്, അതായത് CBSE സ്കൂളിൻ്റെ കാര്യമല്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, എയ്ഡഡ് സ്കൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. പൈസ നോക്കും. ഞാനിപ്പോൾ ഇൻ്റർവ്യൂക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പക്ഷേ ഒരു ക്ലാസ് പോലും എടുത്ത് നോക്കൂല. എനിക്ക് ആ ക്ലാസ് എടുക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കില്ല. അവരവിടെ ത്രാസിൽ നോക്കുന്നത് ക്യാഷ് തന്നെയാണ്. കൂടുതൽ ക്യാഷ് ആര് വരുന്നു അവരെടുക്കുന്ന പതിവ് കാണുന്നുണ്ട്. അവിടെ മെറിറ്റ് നോക്കാറില്ല. എന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ കയറിയ ടീച്ചേഴ്സ് എന്താ പറയുക, നല്ലതല്ല ചീത്തയല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു മെറിറ്റ് നോക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ, എന്നെപ്പോലെ ഒരുപാട് പേര് വന്ന് നിൽക്കുമ്പോൾ ടാലന്റ് ഉണ്ടാവുന്ന നോക്കേണ്ട ഒരു മര്യാദ അതല്ലേ? അത് ഇതിപ്പോൾ ശരിക്കും നോക്കുകയാണെന്ന് വെച്ചാൽ പലപ്പോഴും ഇത് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, ടീച്ചേഴ്സിന് ഇത്ര എമൗണ്ട് കൊടുത്തിട്ട് ഒരു ജോലി കിട്ടുക നമ്മളെ വേറെ എവിടെയും ഇല്ല. അതായത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, ശമ്പളം ഇങ്ങോട്ടാണ്, നമ്മളിത് അങ്ങോട്ട് കൊടുത്ത് നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ട് ആ ഒരു സാലറി തിരിച്ചു വാങ്ങിയെടുക്കുന്നു. ബേസിക്കലി ശരിക്കും പറയാം, ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും ഈ പൈസ കൊണ്ട് ബാങ്കിലിട്ട് അതിന്റെ ഇത് എന്താ പറയാ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ജീവിച്ചില്ല. നല്ല സാലറി ഉണ്ട്, അതുകൊണ്ട് ആൾക്കാർ കൊടുക്കാനുള്ളത്. ഇപ്പൊ ചിലർ ചോദിക്കും, എത്ര രൂപയാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് ചോദിക്കും. അവർക്കറിയില്ലേ എനിക്കിഷ്ടമാണ്, ടീച്ചിങ് ഇഷ്ടമാണ്, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറയുന്ന ആൾക്കാർ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഇപ്പോൾ എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? വാട്ട് ഈസ് വർക്ക്? നമ്മളിപ്പോൾ എന്തൊരു കാര്യത്തിൽ നമ്മളിപ്പോൾ ജനറലായി എടുത്ത് നോക്കുകയാണെങ്കിൽ, വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനൊരു ഇൻകം വരുന്നതിനെയാണ് ജനറലി ഒരു വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാം.
ഇപ്പൊ ഈ വർക്ക് എന്ന് പക്ഷേ ആളുകൾ മെയിൻ സ്ട്രീം രീതിയിൽ കാണുമ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, വക്കീല് ഈ ഒരു സെറ്റപ്പിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാർ. ബാക്കി എല്ലാവരും വെറുതെ കറങ്ങി നടക്കുകയാണ് എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. അത് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ആർജേഴ്സ് ആണല്ലോ അല്ലേ, വോയിസ് ആക്ടേഴ്സ് ആണ്, ആർജേഴ്സ് ആണ്. പക്ഷെ ഇത് ഒരു പണിയായിട്ട് ആളുകൾ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്ന ഒരു ജോലിയായിട്ട് പോലും ഇതിനെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കും ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലേ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ജോലി എന്നല്ല ചോദിക്കുക, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലേ, ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഈ 2 മോഡലായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറയും ഇപ്പൊ ഞാനൊരു ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട്. അപ്പൊ സ്കൂളിലൊന്നും നോക്കുന്നില്ലേ? അല്ല, ഇവരെക്കാളും എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് ഞാനാണ്. അപ്പൊ ഇവര് പറഞ്ഞിട്ട് വേണോ വേറൊരു ജോലി നോക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ? അതെ അല്ലേ. ഇപ്പം നമുക്ക് ഒരു ജോലി, ഇപ്പം ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനും ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണല്ലോ. പക്ഷെ എനിക്കെന്തോ സത്യം പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക്, ഞാൻ ഡെയിലി വേജസിന് ഗവൺമെന്റ് സ്കൂളിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കാന്ന് പറഞ്ഞൊരു സംഭവം. ഡെയിലി വേജസിന്റെ ടീച്ചേഴ്സിനെ കൊണ്ട് പെർമനന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഇതുപോലെ എന്തെങ്കിലും കലാപരിപാടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളുണ്ടല്ലോ, ഇവരങ്ങ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇനി പഠിപ്പിക്കുന്നത് തീർക്കാൻ പോർഷൻസ് അപ്പൊ അവര് കൂടുതൽ നമ്മുടെ തലയിലിട്ട് തരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ കോർപ്പറേറ്റ് ഓഫീസുകളൊക്കെ എടുക്കാന്ന് വിചാരിക്കാം. അവിടെ നമ്മൾ ഇന്റേൺസിനെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി എടുപ്പിക്കും ഇന്റേൺസിനെ. അതായത് പണി എടുപ്പിച്ച എന്ന് പറയുക എന്താന്ന് വെച്ചാൽ അവർ പണി പഠിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാ. അതായത് ഇപ്പൊ നേരത്തെ പോകേണ്ട ഹെഡുകളൊക്കെ ഉണ്ടാവും, അവർ പണി കൊടുത്താൽ പോയിക്കോളും. പക്ഷെ ഈ പണി പഠിക്കാൻ വന്നതാണല്ലോ, അവര് വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് വളരെ ചെറിയ ശമ്പളമായിരിക്കും. പല ആളുകളും 3000-5000 രൂപയ്ക്കൊക്കെയാണ് ഇന്റേൺഷിപ്സ് ചെയ്യാം. അത് നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ ഒരു ഇന്റേൺഷിപ്സിന് പോലും ഇത്ര കുറവ് ശമ്പളം വരുന്നത്. പുറത്തോട്ട് അതെ, കറക്റ്റ്, സ്റ്റൈപ്പൻഡ്. ഈ സ്റ്റൈപ്പൻഡ് പേരിനുള്ള സ്റ്റൈപ്പൻഡാണ്. ഇക്കാലത്ത് ഒരു 3000-5000 രൂപ വെച്ചിട്ട് ഒരു കുട്ടി എങ്ങനെ ജീവിച്ചു പോകുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അതായത് നമുക്കൊരു സ്ഥലത്ത് താമസിക്കുകയാണ്, ഇപ്പോൾ റെന്റിന് ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അവിടെ മിനിമം ഇത്ര എമൗണ്ട് കൊടുക്കണം, ഡെയിലി അവർക്ക് വരുന്ന എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ വേണ്ട, കുഴപ്പമില്ല, ഒരു എക്സ്പീരിയൻസ് വേണം, എന്നാലും ഒരു സ്ഥലത്ത് ജോലി കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പല ആളുകളും ഈ വർക്ക് പ്ലേസിലെ പല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെയും വേണ്ടെന്ന് വെച്ച്, അതായത് കണ്ണടച്ചേക്കാം ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. അതായത് ഇപ്പോൾ അവർ കൂടുതൽ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവിടെ നിന്നുണ്ടാവുന്ന വല്ല മിസ്ബിഹേവിയർ ഉണ്ടെങ്കിൽ ചിലതിന് വേണ്ടെന്ന് വെക്കും. അതായത് വലിയ പ്രശ്നമില്ലല്ലോ, അവരിങ്ങനെ ജസ്റ്റ് ചീത്ത പറഞ്ഞല്ലേ ഉള്ളൂ. അത് ചീത്ത പറയുന്നത് വലിയ പ്രശ്നമല്ല. പക്ഷെ സെൽഫ് റെസ്പെക്ട് കളയാൻ പാടില്ല. അത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലം, അവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇപ്പം പെർമനന്റ് ജോബ് ആണോന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ അത്യാവശ്യം നല്ല പേയ്മെന്റ് ഒക്കെ ഉള്ള എന്താന്ന് ഞാൻ കൃത്യമായിട്ട് പറയണ്ടല്ലോ. അപ്പോ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരുന്നായിരുന്നു. നല്ല വൃത്തിക്ക് ഒരു കുഴപ്പമില്ല, പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു, ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പൊക്കെ പോവാം, ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നെടുത്തുനിന്ന് സീനിയർ ആയിട്ടുള്ള, അതായത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളൊക്കെ തന്നെയാണ്. അപ്പം സീനിയർ ആയിട്ടുള്ള അയാള് പൊതുവെ എല്ലാവരോടും അവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആരും ഒന്നും പറയില്ല, കംപ്ലൈന്റ് ഒന്നും പറയില്ല, അവർക്ക് പേടിയാ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളല്ല എനിക്ക് സാലറി തരുന്നത്. അപ്പൊ നമ്മളോട് എന്തെങ്കിലും മോശമായിട്ടുള്ള പെരുമാറ്റത്തിന് വന്നാൽ പിന്നെ നമ്മൾ എക്സാം എഴുതി കിട്ടിയൊരു ജോബ് തന്നെയാണ്, പെർമനന്റ് അല്ലെങ്കിലും എക്സാം എഴുതി കിട്ടിയത് നമുക്ക് മെറിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കിട്ടിയതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ആരെയും പേടിക്കണ്ട. ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആള് നമ്മുടെ വർക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ വഴക്ക് പറയണേ, അതൊന്നും കേൾക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല അല്ലേ. അവര് നമ്മളെ ചില ആളുകൾ പെരുമാറ്റം അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ വേഗം ദേഷ്യം വരും, പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പോട്ടേന്ന് വെക്കാം, നമുക്ക് അംഗീകരിച്ച് കൊടുക്കാന്ന് വിചാരിക്കാം. പക്ഷെ ഇതല്ലാണ്ട് മറ്റുള്ള രീതിയിൽ, അതായത് മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റോ സംസാരോ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വന്നാൽ എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ നല്ലോണം പ്രതികരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ ഞാൻ നേരെ നല്ല രീതിയിൽ കൊടുത്തിട്ട് നന്നായിട്ട് പറഞ്ഞ് അയാൾക്ക് നല്ല ഇൻസൾട്ടഡ് ആയി. അപ്പൊ ഞാൻ അറിഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇത് കുറേ പേർക്ക് അവിടെ അനുഭവമുണ്ട്, ഇവരാരും ഒന്നും പറയുന്നില്ല, ഇവർക്ക് പേടിയാണ്. ഞാൻ വിചാരിച്ചു എന്തിന് ഇവർക്ക് പേടി, എല്ലാവരും കൂടെ കൂടിയിട്ടൊരു പരാതി കൊടുത്താൽ തീരുന്ന കാര്യമേ ഉള്ളൂ, ചെയ്യില്ല. പിന്നെ അത് ഞാൻ നേരിട്ട് പറഞ്ഞപ്പോൾ ആ ഒരു സംഭവം ഈഗോ ഹേർട്ടാവുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, മെയിൽ ഈഗോ ഹേർട്ടാവുന്നത്, അത് സംഭവിച്ചിട്ട് പിന്നെ എന്നോട് ചെയ്യുന്നത് എന്താ വെച്ചാൽ എന്നെ അവിടെ സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മളെ പല രീതിയിൽ ഹരാസ് ചെയ്യും, ഈ രീതിയിലല്ല, പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ പേരിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്കൊരു വല്ലാത്തൊരു പ്രഷർ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയായി. എന്നിട്ട് ഞാൻ കുറെ അവിടെ നിന്നു കേട്ടോ. പക്ഷെ
പിന്നെ എനിക്ക് തോന്നി, പിന്നെ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഇട്ടിട്ടോടി എന്ന് പറയുന്നതായിരിക്കും ശരി. ശരി, അത് ശരി. ഇപ്പൊ അയാളത് കാണുന്നുണ്ടെങ്കിൽ അല്ലേ? ഇതിപ്പോ ഹസി പറഞ്ഞത് ഹസിയുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇത് ഒരുപാട് ആളുകൾ വർക്ക് പ്ലേസിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലെ ഹരാസ്മെന്റ്സ്. ചില സമയത്ത് മിസ്ബിഹേവിയർ മാത്രമല്ല, അത് മെയിലിൽ നിന്നും മാത്രം നമുക്ക് പറ്റില്ല, ഫീമെയിൽസ് നന്നായിട്ട് ഹറാസ് ചെയ്യുന്നവരുണ്ട്. ഇത് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഈഗോ എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പം ഒരാളെക്കാളും നന്നായിട്ട് ഇപ്പൊ പുതിയ വന്ന ആൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അവിടെ പിന്നെ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം കിടക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിത് സഹിച്ചിട്ട് വരുന്ന ഓരോ ആളുകൾക്കും ഇത് സഹിക്കേണ്ട അവസ്ഥയാണ്. ഇന്ന് നമ്മൾ ഒരാൾ പ്രതികരിച്ച അന്ന് ചിലപ്പോൾ നമുക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ വരുമായിരിക്കും. ആദ്യമായിട്ട് പ്രതികരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുമായിരിക്കാം. പക്ഷെ നാളെ ഈ ഒരു വ്യക്തി ഇത് വീണ്ടും ചെയ്യാൻ നേരത്തെ ഒന്ന് ആലോചിക്കും. അതാണ് ഏതൊരു പ്രതികരണത്തിന്റെയും ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത്. അന്ന് ചിലപ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല, പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രതികരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് ഈ ചില ആൾക്കാരുടെ, ചില ഹെഡ്സിന്റെ ഒരു ധാരണയുണ്ട്, മാക്സിമം ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത്. പക്ഷെ തെറ്റായ ധാരണയാണ്. അതായത് നമ്മൾ ഫ്രഷ് ആയിട്ടിരുന്നാൽ മാത്രമേ നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതായത് ഈ വർക്ക് പ്രഷർ കൊടുക്കുമ്പോൾ ആക്ച്വലി ഔട്ട്പുട്ട് കുറയുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 to 9:30 ഞാൻ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അത് എനിക്ക് പ്രഷറാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നത് കുറയും. ഇറ്റ് ഹാപ്പൻസ്. അതാ കേൾക്കുന്ന കുട്ടിയുടെ റിസൾട്ട് അല്ലേ മോശമാവുന്നേ? കുട്ടിയുടെ റിസൾട്ട് മോശമായി ഇൻസ്റ്റിറ്റ്യൂട്ടിനല്ലേ പ്രശ്നം? ഇതെന്നാരും മനസ്സിലാക്കുന്നില്ല, ഇത് പല സ്ഥലങ്ങളിലും മനസ്സിലാക്കുന്നില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രിയേറ്റീവ് ഫീൽഡ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഞാൻ കണ്ടന്റ് റൈറ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത്, അപ്പം ഇതുപോലെയുള്ള പല ഫീൽഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് ഇപ്പം എനിക്ക് കണ്ടന്റ് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് എടുത്തു കൊടുക്കാൻ എല്ലാ പ്രാവശ്യം പറ്റില്ല. സംടൈംസ് ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാകും നമുക്ക്. ചില സമയത്ത് നമുക്ക് വേറെ പല ഫാക്ടേഴ്സ് അതിനെ ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രഷറിൽ, ചില സമയത്ത് പ്രഷറിൽ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാന്നല്ലാതെ ചില സമയത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രഷറിലല്ല, നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആയാലാണ് ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പോൾ ആ സമയത്ത് പക്ഷെ അത് പലപ്പോഴും അവർ മനസ്സിലാക്കുക. കാരണം ചില സമയത്ത് അവർക്ക് ടൈം ലൈൻസ് ഉണ്ടാവും. അപ്പോൾ പക്ഷെ എന്നിട്ട് ഒരുപാട് പ്രഷർ കൊടുത്തോണ്ട് അവിടെ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നില്ല. ക്വാളിറ്റി എപ്പോഴും നമ്മൾ ആ ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് ബെറ്റർ ക്വാളിറ്റി. അതായത് ഇപ്പോൾ നമ്മളൊരു ടീം മെമ്പർ, നമ്മുടെ ഒരു ഹെഡ് ആള് നമ്മളോട് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാണ്, ഓക്കെ എന്താ പ്രശ്നം, നമുക്ക് അത് സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കാര്യങ്ങളായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ തോന്നുക, ഓക്കെ ഞാൻ കുറച്ചും കൂടി നല്ല ഔട്ട്പുട്ട് കൊടുക്കണം. അയാള് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഇത്രയും തോന്നില്ല, എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും കൊടുത്തിട്ട് പോവാന്നുള്ളത് ആ എംപ്ലോയിക്ക് തോന്നിയാൽ നല്ല ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. ഇതിൽ ഈ ഹെൽത്തി ആയിട്ടുള്ള വർക്ക് പ്രഷർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. കാരണം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഒരു ടീമായിട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ടീം ലീഡ് ചെയ്യുന്ന അവരും അല്ലെങ്കിൽ മാനേജറോ ഇപ്പം അതിൻ്റെ MD ആരെങ്കിലും ആയിക്കോട്ടെ, കൂട്ടത്തിൽ ഒരാളെ പോലെയൊക്കെയാണ് നിൽക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ളൊരു വർക്ക് പ്രഷർ നമുക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു സംഭവം ഉണ്ടാവും. നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടുകയും ചെയ്യും. പക്ഷെ അതല്ലാതെ നമ്മളെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രഷറാണ് വരുന്നതെങ്കിൽ പൊതുവെ നമ്മൾ തന്നെ വിചാരിക്കേണ്ട റിസൾട്ട് ഭയങ്കര ബാഡായിരിക്കും. അതെ അതെ. അത് പക്ഷെ ഇപ്പോഴും ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ 90s കിഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം കിഡ്സ് അല്ലെങ്കിലും ആ ഒരു വിഭാഗത്തിൽ വരുന്ന എംപ്ലോയീസിനെ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്കത് എന്താ പറയുക, എന്തെങ്കിലും ആയിക്കോട്ടെ സാരമില്ല, നമ്മൾ ജോലി ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒബ്ലിഗേഷൻ്റെ പുറത്താണ് നമ്മൾ ജോലി ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ പുതിയ ആൾക്കാർ, അതായത് ജെൻസി കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയീസ് ആണ് വെച്ചാൽ അവർ കുറച്ചും കൂടെ അവെയറാണ് അവരുടെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചിട്ട്. എനിക്കൊരു ജോലി തന്നെ അതാണ് ഞാൻ ചെയ്യണത്, അല്ലാതെ അപ്പുറത്തിപ്പുറത്തെ എല്ലാ ജോലി ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ ജോലി ബെറ്റർ ആവില്ല. അപ്പം ആ ഒരു ക്ലാരിറ്റി പലർക്കും ഉണ്ട്. ഈ രണ്ട് വിഭാഗത്തിലെടുത്ത് നോക്കണം, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ക്ലാരിറ്റി അത് അവരുടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അതായത് വർക്ക് ലൈഫിനെയും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിനും ബാലൻസ് ചെയ്യണം എന്നുള്ള ഒരു ബോധം അവർക്കുണ്ട്. അതായത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സ്കിൽസ് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാറ്റിയാലും മറ്റൊരു സ്ഥാപനത്തേക്ക് കയറാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യേണ്ട സ്കിൽ അക്വയർ ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ മുന്നേ കാണുന്നത്. നമുക്ക് അവരിൽ നിന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്മൾ ടോക്സിക് ആയിട്ടുള്ള വർക്ക് പ്ലേസിൽ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടേതായിട്ട് സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു
ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ. പക്ഷേ ഇപ്പൊ നമ്മൾ വർക്ക് സ്പേസിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഈ വർക്ക് കിട്ടാനും ഭയങ്കര പ്രശ്നമാണ് അല്ലേ? അതെ, ഈ ജോലി ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നേരിടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ജോലി ആയില്ലേ അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ വേറെ തരത്തിലുള്ള ഇഷ്യൂസ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ ഇപ്പൊ ചെയ്യുന്നേ? ട്യൂഷൻ സെന്റർ നടത്തുന്നു. അപ്പോൾ ജോലി നോക്കുന്നില്ലേ? സ്കൂളിൽ നോക്കുന്നില്ലേ? ഇല്ല, CBSE സ്കൂളൊന്നും നോക്കില്ല. എന്നാൽ എക്സാം എഴുതുന്നില്ലേ? LDC എഴുതുന്നില്ലേ? കേറ്ററ്റ് എഴുതുന്നില്ലേ? ഈ ക്വസ്റ്റ്യൻസിന് ഒരു അവസാനമില്ല. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മളിപ്പം ഈ അടുത്ത് നമ്മുടെ നടൻ മാത്യു ഇല്ലേ, മാത്യു മറ്റേ തണ്ണീർമത്തൻ ദിനങ്ങളിലെ നായകനായിട്ട്, മാത്യുവിൻ്റെ ഏതൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാരുടെ ഇടയിൽ നിന്നിട്ട് എന്താ ചെയ്യുന്നേ, ഞാൻ സിനിമാ നടനാണ് അല്ലെങ്കിൽ അഭിനയിക്കുന്നു, PSC ഒന്നും നോക്കില്ല അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നില്ലേ എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഇവിടെ പറഞ്ഞ ഓർമ്മ വന്നത്. ഇപ്പോഴും PSC എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അത് മാത്രമാണ് എന്തോ സംഭവം എന്നുള്ള, PSC സംഭവമൊക്കെ തന്നെ, പക്ഷെ അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് ഓരോ ലെവലിലെത്തുന്ന ഓരോ ആൾക്കാരുണ്ട്, സക്സസ്ഫുൾ ആകുന്ന ആൾക്കാരുണ്ട് അല്ലേ, പല മേഖലകളിലുണ്ട്. അപ്പൊ അവർക്ക് അതായിരിക്കും ഇഷ്ടം, ആ രീതിയിൽ മുന്നോട്ട് പോകാൻ. അപ്പൊ PSC എഴുതുന്നില്ലേ, ഇതാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ട്യൂഷൻ സെന്റർ നടത്തുന്നു, അപ്പൊ ചോദിക്കുന്നു സ്കൂളിൽ പോകുന്നില്ല, എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആള് ഞാൻ തന്നെയാ. എനിക്ക് ഈ ഇപ്പൊ നമ്മളുള്ള RJ അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരു 24/7 വർക്കിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ പാഷനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എനിക്കാണ്, എന്റെ ചുറ്റുമുള്ളവർക്കല്ല. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആർക്കും പറ്റും. സത്യം പറയാലോ, മറുപടി കൊടുത്തും അടുത്ത് ഇത് കണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഒരാളും ചോദിക്കരുത്. ആക്ച്വലി നമ്മളിതിപ്പോ എന്താന്ന് വെച്ചാലേ, ആളുകള് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതേ ഒരു ഹോബി ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി, ഇപ്പം നമ്മൾ പറയാണ് ഇല്ല ഞാൻ ആ ജോലി വിട്ടു, എന്താ കാരണം, എനിക്ക് ജോലിയിൽ ഭയങ്കര പ്രഷറായിരുന്നു, എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്ത് മണ്ടത്ര കാണിക്കണേ, ഇതെന്താ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ സാധാരണയല്ലേ, അതൊക്കെ സഹിച്ച് നിൽക്കണം, നല്ല ശമ്പളം. വേറൊരു ക്വസ്റ്റ്യനും കൂടെ അതിന്റെ കൂടെ വരും. അല്ലെങ്കിൽ നിനക്ക് വിടണമെന്ന് തോന്നി, അവിടെ തന്നെ നിന്നുകൊണ്ട് വേറൊരു ജോലി നോക്കി അത് ശരിയാക്കിയിട്ട് മോൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോരെ? ഞാൻ തന്നെ എത്രയോ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്. അതായത് അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ ആ ശമ്പളം അവർക്ക് ആവശ്യമാണ്, പക്ഷെ അവരെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു ഹോളിഡേയിൽ അവർക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല, കാരണം ജോലി വരും. പക്ഷെ ചില സമയത്ത് ഇവർ ഡയറക്റ്റ് ആയിട്ടല്ല പറയാം, അതായത് തിങ്കളാഴ്ച ഈ സാധനം വേണം കേട്ടോ, അത് പറയുന്നത് വ്യാഴാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിരിക്കും. ഇതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു കാര്യം തന്നെ എല്ലാ കാലത്തും അതന്നെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു ജോലിയിൽ കയറിയാൽ അത് തന്നെയായിട്ട് മുന്നോട്ട് പോവാം. ഇപ്പം നമുക്ക് അവിടെ നിന്ന് മാറണം അല്ലെങ്കിൽ നമുക്കത് ഒരു എന്താ പറയുക, വല്ലാതെ പ്രഷറാണ്, നമുക്കത് പറ്റില്ല, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഇങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പം ഒന്നിൽ നിന്നും വേറൊന്നിലേക്ക് മാറാൻ കൂടുതൽ ആൾക്കാർക്കും മടിയാണ്. പക്ഷെ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ എപ്പോൾ തയ്യാറാവുന്നോ അപ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരർത്ഥം ഉണ്ടാവുള്ളൂ. ജോലി മാറിക്കൊണ്ടിരിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. നമുക്ക് ഇപ്പോൾ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണത് എൻ്റെ ബ്രദർ. അവൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ചോദിക്കുമ്പോൾ എന്താ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, അല്ലാം ബാച്ചു വേറൊരു ജോലി നീ നോക്കി സെറ്റാക്കി വെക്കേ, എന്നിട്ട് അതിനോടൊപ്പം മേക്കപ്പിൻ്റെ കാര്യത്തിന് പോകും. ഇവർക്ക് അറിയില്ല ഇത് നല്ല ജോബാണ്, അവൻ സ്നേഹത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് എന്ന് എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് മനസ്സിലാവാത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് വിഷമം തോന്നുന്ന കാര്യം. ഇപ്പം +2 കഴിഞ്ഞാൽ എൻട്രൻസ് എഴുതുക, ആ പരിപാടിയില്ലേ, എന്തായാലും എഴുതിക്കോട്ടെ, അതൊന്ന് പഠിച്ചോട്ടെ, എന്നിട്ട് വേണം എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. പക്ഷെ ആ ഒരു ഇത്രയും വർഷം ഇപ്പം MBBS ഇഷ്ടമില്ലാത്ത ഒരാൾ അതിന് എങ്ങനെയൊക്കെ പഠിച്ചിട്ട് എന്തായാലും ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ചേർത്തും ചില ആൾക്കാർ. ഇപ്പം എഞ്ചിനീയറിംഗ് ഒരു BTech ഡിഗ്രി അല്ലേ, അതുണ്ടെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എന്താണോ താല്പര്യം അതാണ് അവർ പഠിക്കുന്നതെങ്കിൽ, ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ടീച്ചിങ്ങിൽ കയറിയെങ്കിലും അവസാനം ഞാൻ വിചാരിക്കാണ്ടാണ് ഇങ്ങനൊരു മേഖലയിൽ എത്തിപ്പെടുന്നത്. ചെറുപ്പം മുതലേ മനസ്സിലുള്ള ഒരു കാര്യത്തിൽ വിചാരിക്കാതെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഉണ്ട് ഇല്ലേ? അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള സംഭവം പിന്നെ നമുക്ക് തോന്നും. പക്ഷെ അതേപോലെ നമുക്ക് ഇപ്പോൾ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പം സക്സസ്ഫുൾ ആവാൻ പറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, ജോലി ചെയ്താൽ നമുക്ക് നല്ല സ്കോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ചേർന്നിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എഞ്ചിനീയറിംഗ് നല്ലൊരു ഡിഗ്രി അല്ലേ, അത് കിട്ടിയിട്ട് പിന്നെ എൻ്റെ എത്രയോ സുഹൃത്തുക്കളുണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചവർ ചിലപ്പോൾ PSC എഴുതിയിട്ട്
ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേറെ പല ഫീൽഡിലേക്ക് പോയ ആൾക്കാരുണ്ട്. എന്തിനാ 4 വർഷം വെറുതെ ആക്കി? ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്കിൽസ്, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് അറ്റൈൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. പലപ്പോഴും ഈ ആൾക്കാർക്ക് വർക്ക് പ്രഷർ ഉണ്ടാകുന്നതിന്റെ മറ്റൊരു റീസൺ അത് അവര് ചിലപ്പോൾ ഉദ്ദേശിച്ച ഒരു മേഖലയായിരിക്കില്ല അത്. ചില സമയത്ത് നമ്മള് നല്ല സ്ഥലത്തായിരിക്കും ജോലി, പക്ഷെ നമുക്ക് അത് സ്യൂട്ടബിൾ അല്ല. അതുകൊണ്ട് അതാണ് കാര്യം, ചില വർക്ക് നമുക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല. അപ്പം അതിൽ നമ്മൾ നിന്നിട്ട് പ്രഷർ കാരണം മാത്രം വർക്ക് ചെയ്ത് പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. പല സ്ഥലത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ വർക്ക് പ്രഷറും അവിടുത്തെ കാര്യങ്ങളിലെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ട് ആ പ്രഷർ കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അത്തരം ആളുകളുടെ ബുദ്ധിമുട്ട് ആർക്കും പറഞ്ഞാൽ മനസ്സിലായി. അത് ടോക്സിക് വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞ ആൾക്കാർ എന്ത് ടോക്സിക് വർക്ക് കൾച്ചർ? അതിപ്പോ നമ്മൾ ഇഷ്ടത്തോടെ വർക്ക് ചെയ്യുമ്പോഴേ നമ്മൾ വർക്ക് ചെയ്യാണെന്നുള്ളൊരു തോന്നലുണ്ട്. മ്യൂസീഷ്യൻസിനൊക്കെ കണ്ടിട്ടില്ലേ, അവർക്ക് എത്ര നേരമാണ് ഇതിന്റെ മുമ്പിൽ സ്പെൻഡ് ചെയ്യുന്നത് അറിയാം. ഇപ്പം എന്താ പറയാ, സൗണ്ട് എഞ്ചിനീയേഴ്സ്, ഇവരൊക്കെ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇരുന്നിടത്തുനിന്ന് ഇവർ എഴുന്നേൽക്കാണ്ട് ഒരുപാട് ടൈം ആ ഒരു ബോറടി അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവരത് ഇഷ്ടത്തോടെ ചെയ്യാണ്. ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു, അത് വേറെ കാര്യം, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്കൊരു കാര്യം പറയാനുള്ളത്, അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ജോലി ആവുന്നില്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരാൾ വരും, അറിഞ്ഞില്ലേ കുഞ്ഞുമ്മാൻ്റെ മോളുടെ അമ്മായിയുടെ മോള് UK പോയി, നിനക്കും പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കും. അതേ, അവളെ കല്യാണം കഴിച്ച ആള് പോയി, അവളെയും കൊണ്ടുപോകാൻ പോവാ, നിനക്ക് പോയിക്കൂടെ, നിനക്ക് UK നോക്കിക്കൂടെ, കാനഡക്ക് നോക്കിക്കൂടെ? ഇവർക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കും. അവസാനം നമ്മുടെ ഉള്ളിലൊരു തോട്ട് വന്നു, ഇനി UK കാനഡയ്ക്കും പോയാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്നുള്ളത്. ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്. അവസാനം അവർ പുറത്തുപോയി, ഇവർ പുറത്തുപോയി, നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെയിരുന്നോ, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര വർഷം പഠിച്ചു, ഇനി അവിടെ പോയിട്ട് ഞാൻ വീണ്ടും പഠിച്ച് പിന്നെയും ജോലി ചെയ്യാനോ? ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ല ചെയ്യുന്നത്. അല്ലമ്മോ, അവിടെ അയാൾ പോയിട്ട് പുതിയ വീട് വാങ്ങിച്ചു, അവിടെ UK വീട് വാങ്ങിയെന്ന് പറഞ്ഞത്, നിനക്കും അതേപോലെയൊക്കെ, എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കാശ് സമ്പാദിച്ചിട്ട് തിരിച്ചു വന്നു. ഈ ഒരു ക്വസ്റ്റ്യനാണ് ഒരുപാട് പേര് കേൾക്കുന്നത്. ഇവിടെ നിന്ന് ലോൺ എടുത്ത് 18-20 ലക്ഷം ലോൺ എടുത്ത് പുറത്തേക്ക് പോകുന്നു. അത് അവരുടെ ഇഷ്ടമാണ്, പുറത്തേക്ക് പോകുന്നത് അവരുടെ ഇഷ്ടമാണ്. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വീട്ടിൽ വന്ന് അവർ പോയി, ഇവർ പോയി, അമ്മായിൻ്റെ മോൻ പോയി, മൂത്തുമ്മയുടെ മോൻ പോയി, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മയുടെ മോന് പോയി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റൂല. അത് ഇതിനെക്കുറിച്ച് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളൊരു കാര്യം, അതായത് നമ്മൾ പറയൂലേ ഭയങ്കര കാര്യമായിട്ട് വിദേശത്ത് പോയി ആരെങ്കിലും തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ? അവിടെ എല്ലാം സെറ്റിലായിട്ട് ഇല്ല, വരവ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വൺസ് നമ്മൾ ഇതിനു വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലവ് കൂടും. അപ്പൊ ചിലവൊക്കെ കൂടി വരുന്ന തോറും നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. അല്ലാതെ അതിന്നൊരു മാറ്റമൊന്നും ഉണ്ടാവുന്നത് ഭയങ്കര റെയർ ആയിട്ടാണ്. ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ, ഇത് കണ്ടില്ലേ, ഫോട്ടോസ് കണ്ടില്ലേ, നിനക്കും പോയിക്കൂടെ, നിനക്ക് വിദ്യാഭ്യാസം ഉള്ളതല്ലേ, എന്തിനാണ് മറ്റൊരാളുടെ ഫോട്ടോസ്? റിയൽ ആൻഡ് റിയാലിറ്റി ഇസ് ഡിഫറെന്റ്, നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലേ? വർക്ക് സ്പേസും ഡിഫറെന്റ് ആണ്. നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് ഇപ്പം വിദേശത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ സൗകര്യം, അവിടുത്തെ എല്ലാ ആ ഒരു സംഭവത്തോടുള്ള ഇഷ്ടം കൊണ്ട് അവിടെ തന്നെ നിൽക്കും. ഇപ്പം അല്ലാതെ പോകുന്നവരാണെങ്കിൽ ഇപ്പം നല്ലൊരു ജോലി അല്ല എന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്ന അവരവിടെ പെട്ടുപോവുകയും ചെയ്യും. അവർക്ക് തിരിച്ചു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബേസിക്കലി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വർക്ക് എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും ചോയ്സ് ആണ്. അതെ, ആ ചോയ്സിനെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം എന്നുള്ളത്. ആൻഡ് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു പ്രായമായി കഴിഞ്ഞാൽ ജോലിയിലേക്ക് കയറാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉണ്ടാക്കാൻ, കൂടുതൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാക്കിയിട്ട് ജോലിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു 20 വയസ്സ് 22 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് സൈഡിലൂടെയും പറ്റുന്ന ഒരു പരിപാടിയാണ് അല്ലെ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. അപ്പൊ സ്കിൽസ്, എക്സ്പീരിയൻസ്, ഇതാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ വേണ്ടത്. അല്ലാണ്ട് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ അത് ഉണ്ടാക്കാനാണ് ആ ഒരു സമയത്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ് ആ ടൈമിൽ നോക്കേണ്ടത്. പിന്നെ അതുപോലെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടോന്ന്. അതില്ലെങ്കിൽ അടുത്തൊരു ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ഇതുപോലെ സ്കിൽ സെറ്റ്സ് ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ബേസിക്കലി നമുക്കപ്പോൾ ഓരോ ആളുകളുടെ ചോയ്സിനെയും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെ ഒന്ന് റെസ്പെക്ട് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ കുഴപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അല്ലേ? അതേപോലെ തന്നെ
എന്താണ് സ്കില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ അതിലേക്ക് ട്രെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ നന്നായിട്ട് സ്പോർട്സ് ചെയ്യുന്ന കുട്ടി, പിന്നെ ആ കുട്ടി ഇപ്പൊ കബഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോക്കി ആയിക്കോട്ടെ, അവൻ അതിൽ സ്മാർട്ട് ആണെങ്കിൽ അവൻ അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കണം. അല്ലാതെ ഈ സ്പോർട്സും വെച്ച് ഹോക്കിയും വെച്ചിട്ട് എന്താണ് 10ാം ക്ലാസ്സിൽ കുറച്ച് മാർക്ക് കിട്ടും എന്നല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ, നല്ലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കണ്ടേ, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് മാറി അവന്റെ ടാലന്റ് എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടുവന്നാൽ ഒരു പരിധിയല്ല, വർക്ക് പ്രഷർ ഇല്ലാതെ ഹാപ്പി ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ടൈമിംഗ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ സ്കൂളിൽ നിന്ന് പഠിക്കുകയാണ്. അതൊരു കുറച്ചുകൂടെ നേരത്തെ തുടങ്ങിയിട്ട് ഒരു ഉച്ച വരെ ആണെങ്കിൽ അതിൻ്റെ ശേഷം ഇങ്ങനെയുള്ള അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലുള്ള എന്തെങ്കിലും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും അക്കാഡമിക് ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ മേഖലയിലും നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവില്ലേ? നേരത്തെ തന്നെ അവർക്ക് മനസ്സിലാവും അവരുടെ ടാലന്റ് ഇതാണ്, അവർ ഏത് വഴിക്ക് പോകണം. സോ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് നമ്മള് ഇഷ്ടത്തോടെ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യം മധുര പറഞ്ഞ പോലെ വർക്ക് ഇസ് വർഷിപ്പ്, പക്ഷെ അതല്ല ലൈഫ്. അതല്ല. അപ്പോ ഇന്നത്തേക്ക് നമുക്ക് ഇത്ര മതിയാവല്ലേ? ഇനി തീർന്നില്ലെങ്കിൽ തീരില്ല. അപ്പോ നിങ്ങളുടെ ഒരു ഡെഫിനിഷൻ എന്താണ് വർക്കിനെ കുറിച്ചിട്ട്? അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് കൾച്ചറിൽ നിങ്ങൾക്ക് ടോക്സിക് ആയി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യും.